തുതിച്ചാർത്തിടുക അവന്റെ നാമം ഉയർത്തിടുക. പച്ചപ്പുൽമേടുകളിൽ ദിനവും പാലിപ്പതോർത്താൽ എങ്ങനെ നാം പച്ചപ്പുൽമേടുകളിൽ ദിനവും പാലിപ്പതോർത്താൽ എങ്ങനെ നാം പാലകനേശുവിൽ മറന്നിരിക്കും തന്റെയവനാൽ ഘോഷിച്ചിടാം. പാലകനേശുവിൽ മറന്നിരിക്കും തന്റെയവനാൽ ഘോഷിച്ചിടാം. പാടിടുക തുതിച്ചാർത്തിടുക അവന്റെ നാമം ഉയർത്തിടുക. പാടിടുക സ്തുതിച്ചാർത്തിടുക അവന്റെ നാമം ഉയർത്തിടുക. ഈശാനമൂലൻ ആടിച്ചുയർന്നു
പരിശുദ്ധൻ നീതിമാനുമായ ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അവിടുത്തെ പാദന്തി ഞങ്ങൾ വരുന്നു നാഥ. ഹല്ലേലൂയ. പകൽക്കാലം ദൈവമേ, ഈ വചനം എല്ലാവർക്കും വിടുതലും ആശീർവാദമായി മാറ്റണോപ്പ. വചനം വിഭജിപ്പാൻ കൃപ നൽകണോപ്പ. ജീവനും ചൈതന്യമുള്ള ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. ആകാശവും ഭൂമിയും മാറിപ്പോയാലും മാറാത്ത ദൈവത്തിന്റെ വചനം കർത്താവേ എല്ലാവർക്കും അനുഗ്രഹമാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് നിങ്ങളെ ആശീർവദി. യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. വായിച്ച 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം അതിൻ്റെതായ 2-ാം വാക്യം ഞാൻ വായിക്കാം. കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിൻ്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. വായിക്കപ്പെട്ട വേദഭാഗം തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതപ്പെടുമ്പോൾ ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും ഉള്ള ഒരു ഉദ്ധാരണത്തിൻ്റെ വാക്യങ്ങളാണ്. കർത്താവിൻ്റെ വരവ് വരുമെന്ന് എല്ലാവർക്കും അറിയാം. അറിവില്ലാത്തവർ വളരെ ചുരുക്കമാണ്. കഴിഞ്ഞ നാളിൽ ഇസ്രായേലും ഈ പാലസ്തീൻ യുദ്ധങ്ങൾ കടന്നു വന്ന അവസരം ക്ഷേത്രത്തിൽ പോകുന്ന 2 സഹോദരിമാർ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. 3-ാം ലോക മഹായുദ്ധം തുടങ്ങുമ്പോൾ കർത്താവ് യേശു വന്ന് തനിക്കുള്ളവരെ കൂട്ടിക്കൊണ്ടു പോകുമെന്നാണ് പറയുന്നത്. ഇത് പറഞ്ഞത് ഞാൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ തന്നെയൊന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കർത്താവ് വരും, സമയം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അവരെ ദിവസവും രാവിലെ ഈ പൂക്കൾ ഒരു ഇലയിൽ നുള്ളി പോയി ക്ഷേത്രത്തിൽ പോയിട്ട് വരുന്നവരാണ്. എന്നുവെച്ചാൽ അങ്ങേറ്റത്തെ ഹിന്ദുക്കളാണ്. അപ്പോൾ അവർക്ക് വരെ അറിയാം യേശു വരും എന്നുള്ളത്. സ്വന്തം ഇവിടെ പൗലോസ് പറയുന്നതെന്നറിയാമോ? കർത്താവിന്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. അപ്പോൾ പിന്നെ കർത്താവിനെ ആരാധിക്കുന്നവർക്ക് നന്നായി കർത്താവ് വരുമെന്നുള്ളത് അറിയാം. അതും കള്ളൻ വരുന്നത് പോലെ, രാത്രി കള്ളൻ വരുന്നത് പോലെ വരുമോ? എന്തുകൊണ്ട് രാത്രിയിൽ കള്ളൻ വരുന്നത് പോലെ യേശു വരുന്നത്? അതാണ് നമ്മുടെ ഇന്നത്തെ പകൽക്കാലമുള്ള ചിന്താ വിഷയം. ഒരു കള്ളൻ ഒരു വീട്ടിൽ വരുന്നത് രാത്രിയിൽ ആരും കാണാതെ, വീട്ടുടമസ്ഥൻ കാണരുത്, വീട്ടുകാവൽക്കാരൻ കാണരുത്, ചുറ്റുപാടുമുള്ള ദേശത്തിലുള്ളവർ കാണരുത്. കണ്ടു കഴിഞ്ഞാൽ അവർ ഒന്നുകിൽ നല്ല തല്ലുകൊടുത്ത് പോലീസ് സ്റ്റേഷനിലാക്കും, ഇല്ല എങ്കിൽ പോലീസിനെ വെച്ച് പിടിച്ച് അവനെ ജയിലിലാക്കാനുള്ള വഴി നോക്കണം. അതുകൊണ്ട് ഒരു കള്ളൻ വരുന്നത് രാത്രിയിൽ ആരും കാണാതെ വരുന്നു. എന്നാൽ യേശു രാത്രിയിൽ വരുന്നത്, കർത്താവ് ജനത്തെ ചേർക്കുമ്പോൾ രാത്രിയിൽ വരുന്നത് ഭയന്നിട്ടാണോ? അല്ല, കർത്താവിന് ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ഒരു ദൂതൻ ഇങ്ങോട്ടൊന്ന് വന്നാൽ മതി, ഏത് ശത്രുവിന്റെ മേലും ജയമെടുക്കുവാൻ ഒരു ദൂതൻ മതി. സ്തോത്രം. യെശയ്യാവിന്റെ പുസ്തകം 37-ാം അധ്യായം 36-ാം വാക്യം. സ്തോത്രം. യെശയ്യാവിന്റെ പുസ്തകം 37-ന്റെ 36. അശൂർ പാളയത്തിൽ
ഒരു ദൂതനെ ദൈവം അയച്ചപ്പോൾ എന്ത് നടന്നെന്നറിയാമോ? அப்பொழுது கர்த்தருடைய தூதன் புறப்பட்டு அசூரியரின் பாளையத்தில் 180,000 പേരെ സംഹരിക്കാൻ. അശൂർ പാളയത്തിൽ ഒരു ദൂതൻ വന്നപ്പോൾ 180,000 പേർ ഒരു രാത്രിയിൽ കൊല്ലപ്പെട്ടു. ആരും അറിഞ്ഞില്ല. നേരം വെളുത്തപ്പോൾ ശവങ്ങൾ തെരുവീതിയിൽ കിടക്കുന്നത് മാത്രം കണ്ടു. അപ്പോൾ ഈ കർത്താവിന് ദൈവമക്കളെ വിളിച്ചുകൊണ്ടു പോകാൻ രാത്രിയിൽ കള്ളൻ വരുന്നത് പോലെ വരേണ്ട ആവശ്യമില്ല. ഇനി ഒന്ന്, ഏദേൻ തോട്ടത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ച് ജീവനുള്ളവനായി മാറ്റി അവന് ഒരു ഗാഢനിദ്ര കൊടുത്തപ്പം അവന്റെ വിലാപ്പുറത്തെ അറുത്തു കീറി മാലിന്യനെ പൊട്ടിച്ചെടുത്ത് വീണ്ടും അതിന് ഓപ്പറേഷൻ എല്ലാം ശരിയാക്കി സുഖമാകുന്നത് വരെ അവൻ അറിഞ്ഞില്ല. അങ്ങനെയെങ്കിൽ ഒരു മനുഷ്യന് ഗാഢനിദ്ര കൊടുത്ത ദൈവത്തിന് ഒരു ദേശത്തെ ഗാഢനിദ്രയാക്കാൻ കഴിയില്ലേ? കഴിയും. അങ്ങനെയെങ്കിൽ കർത്താവ് എന്തിന് ഈ രാത്രിയിൽ കള്ളനെ പോലെ വന്ന് ദൈവജനത്തെ കൊണ്ടുപോകണം? ഒന്ന്, എല്ലാവരും രക്ഷിക്കപ്പെടണം എന്നുള്ള ചിന്തയിലാണ് കർത്താവ് അതേ സ്തോത്രം രാത്രിയിൽ രഹസ്യമായി വരുമെന്ന് പറയുന്നത്. 1-ാം നൂറ്റാണ്ടിൽ യേശു കർത്താവ് AD 33 നമുക്ക് കണക്കാക്കാം. അതുവരെ യേശു ഇവിടെ ഉണ്ടായിരുന്നു. യേശു അന്ന് ശിഷ്യന്മാരോടെല്ലാം ഞാൻ ഇങ്ങനെ പോകുന്നു, വരും. അപ്പോൾ ചോദിച്ചു, ശിഷ്യന്മാരെ ചോദിച്ചു, കർത്താവേ അതിൻ്റെ സമയം എപ്പോഴ്? മാർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം സ്തോത്രം 32-ാം വാക്യം 31. മാർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 31, 32, 33 വാക്യം. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങളോ വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒഴിഞ്ഞു പോകുകയില്ല. ആ ദിവസം, ആ ദിവസത്തെ പിതാവല്ലാതെ ആരും അറിയുന്നില്ല, ദൂതന്മാരും അറിയുന്നില്ല, പുത്രനും അറിയുന്നില്ല. നിങ്ങൾ അറിയാത്തതിനാൽ ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പിനെന്നാണ് മലയാളം വചനത്തിൽ പറയുന്നത്. മതി, ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പി. യേശു 1-ാം നൂറ്റാണ്ടിൽ AD 30 33 പറയുന്നു, ഞാൻ 2000 വർഷം തികയുമ്പോഴേ വരുമെന്ന്. അന്നത്തെ ശിഷ്യന്മാരാരെങ്കിലും 2000 വർഷത്തിലില്ല. ഞാൻ ഇരിക്കുന്നത് 33-ലാണ്. പതുക്കെ ഒരുങ്ങ, ഉണർന്നും പ്രാർത്ഥിച്ച് പതുക്കെ ഉണരാം എന്ന് പറഞ്ഞ് ഏകദേശം അന്ന് 100 വയസ്സ് വരെ എല്ലാവരും ജീവിച്ചിരുന്നെങ്കിൽ ഇവരൊരു 85 വയസ്സ് വരെ മാനസാന്തരപ്പെടാനോ പ്രാർത്ഥിപ്പാനോ ജീവിതം ഒരുക്കാനോ തയ്യാറാകുകയില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങൾക്ക് 100 വയസ്സ് ആയുസ് ദൈവം തന്നിരിക്കുക. നിങ്ങൾ 95 വരെ മാനസാന്തരപ്പെടുമോ? ഹൃദയ യേശുവിന് കൊടുക്കുമോ? കൊടുക്കൂല. പള്ളി കാണും ചില സമയം, പാട്ട് കാണും, പള്ളിയിൽ പ്രസംഗം കാണും, പ്രാർത്ഥന കാണും. ഹൃദയമോ ദൂരത്തിൽ അകന്നിരിക്കും. യെശയ്യാവിന്റെ പുസ്തകം 29:13 എന്ന് പറയുന്നു, ഈ ജനം വായ് കൊണ്ട് ദൈവത്തെ സ്തുതിക്കും, ആദരം കൊണ്ട് ദൈവത്തെ ബഹുമാനിക്കും. ഹൃദയമോ ദൂരെ ഇരിക്കും. ഒറ്റ മനുഷ്യൻ
95 വയസ്സ് വരെ 100 വയസ്സ് വരെ ജീവിക്കുന്ന കർത്താവ് ഗ്യാരണ്ടി നിങ്ങൾക്ക് തന്നിരിക്കുക എല്ലാവർക്കും. 95 വയസ്സ് വരെ ഹൃദയം ഒരു മനുഷ്യനും കർത്താവിന് കൊടുക്കുകയില്ല. അപ്പോൾ നോക്കുക, ദൈവത്തെ ആരാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ടിൽ അവസാനിക്കുന്നതല്ല, പ്രാർത്ഥനയിൽ അവസാനിക്കുന്നതല്ല, പ്രസംഗത്തിൽ അവസാനിക്കുന്നതല്ല. സ്വർഗത്തിലെ ദൈവത്തെ ആരാധിക്കുന്നത് യേശു ഹൃദയത്തിൽ വന്ന് പൂർണ്ണ ഹൃദയത്തോടും ആത്മാവോടും മനസ്സോടും ദൈവമേ യേശുവേ എന്നുള്ള കർത്താവുമായി ഒരുമിച്ചുള്ള ഒരു ജീവിതമാണ് കർത്താവിനെ ആരാധിക്കുന്ന ആരാധന. ഹല്ലേലൂയ. അപ്പോൾ നാൾ ഒരു ദിവസം പറഞ്ഞെങ്കിൽ അതുവരെ ഒറ്റ എണ്ണം മാനസാന്തരം വിടില്ല. വേല ഇത് സമ്പാദിച്ച് വർഗീയൊക്കെ കൊണ്ട് വെച്ചിട്ട് ഒരു 3 വർഷം 5 വർഷത്തിനിടയിൽ ഉപവാസ പ്രാർത്ഥനയും കാത്തിരിപ്പ് കൂട്ടുമായിരിക്കും. ഇങ്ങനെ കർത്താവ് അടുത്ത് ഇതാ വരാൻ പോണു, ഒരുങ്ങണം, അതുകൊണ്ട് ഒരുങ്ങണം, ഈ ധൃതിയായിരിക്കും. അപ്പോൾ ഇതിന്റെ ഇടയിൽ മരിക്കുന്നതെല്ലാം പാതാളത്തിൽ പോകും. ഒറ്റ മനുഷ്യർ രക്ഷിക്കപ്പെടുകയില്ല. അവിടെ കർത്താവിന്റെ ആഗ്രഹം ആരും നശിച്ചു പോകരുത്, എല്ലാവരും ദൈവരാജ്യത്തിൽ വരണം, എല്ലാവരും അതെ ദൈവത്തെ സേവിക്കണം, നരകത്തിൽ ആരും പോകരുത്. ഒന്ന് ഇതാണ് സമയം പറയാത്തതിന്റെ ഉദ്ദേശം. ഒന്ന് ഇതാണ് കേട്ടോ, സ്വന്തം. രണ്ടാമത് നോക്കുമ്പോൾ ഈ പ്രാർത്ഥിച്ച് ഒരുങ്ങി കർത്താവിന്റെ വരാനും ഒരുക്കമുള്ളവരെ ആ ദിവസത്തിന് ഒരുങ്ങി കാത്തിരിക്കുന്ന സമയം അവിടെ ബന്ധുക്കളോ സ്വന്തക്കാരോ അയൽക്കാരോ ഒരുങ്ങാത്തവരുണ്ടല്ലോ, ആ ദിവസം ഇവരെ കൂട്ടത്ത് അവരും വന്നിരിക്കും. എങ്ങനെ? കർത്താവ് വരും, കർത്താവേ എന്റെ പാപവും ക്ഷമിക്കണമേ, എന്നെയോ ഒന്ന് എടുത്തുകൊള്ളണമേ എന്ന് വിളിക്കാൻ അവരും കൂടെ വന്ന് ഈ ഒരുക്കമുള്ളവരുടെ കൂട്ടത്തിൽ ഇരിക്കും. കർത്താവ് മനസ്സലിയുള്ള കർത്താവല്ലേ. ജനസമൂഹത്തെ കണ്ട് അവരോട് മനസ്സലിഞ്ഞ് അവിടെ എല്ലാ വ്യാധിസ്ഥരെയും സൗഖ്യമാക്കിയ യേശു കർത്താവ്, വിശന്നിരിക്കുന്നവരെ കണ്ട് മനസ്സലിഞ്ഞ് നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് പറഞ്ഞ കർത്താവ്, എല്ലാ മനുഷ്യരുടെയും അവരുടേതായ യോഗ്യത നോക്കാതെ അവർക്ക് നന്മ ചെയ്ത കർത്താവ്. ഇത് സംഭവിക്കും. ഈ നിലവിളി കേൾക്കാൻ പഠിച്ച് കർത്താവ് ആരെയും നിലവിളി കേട്ടിട്ട് മിണ്ടാ പോകില്ല കേട്ടാ. ആര് പൂർണ്ണ ഹൃദയത്തോട് കർത്താവേ നിലവിളിക്കുന്നു, നിശ്ചയമായി അവരോട് കർത്താവ് പോകുകയില്ല. അതുകൊണ്ടാണ് കർത്താവ് ചെയ്തതെന്നറിയാമോ? കള്ളൻ വരുന്നത് പോലെ രാത്രിയിൽ കർത്താവിന്റെ വരവായിരിക്കും. നിങ്ങൾ ഉണർന്നും പ്രാർത്ഥിച്ചും ഇരിപ്പീനെന്ന് പറയാൻ കാരണം രണ്ടാമത് അതാണ്. ഹല്ലേലൂയ. പക്ഷെ കർത്താവ് നീതിമാനും കൂടെയാണ്. കർത്താവ് മനസ്സലിയുള്ളവനാ, കർത്താവ് നീതിമാനും കൂടിയാണ്. ചിലപ്പോൾ ജീവിക്കുന്ന ദൈവജനം വിചാരിക്കും, കർത്താവ് രഹസ്യത്തിൽ വന്നിരുന്ന ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ കർത്താവ് എങ്ങനെ എന്നെ കൊണ്ടുപോകും? വലിയ സംശയം ജീവിക്കുന്നവർക്കുണ്ടാവും. ആരും അറിയാതെ കർത്താവ് വരുന്നത്. മിണ്ടാതെ വന്ന് പോയി കഴിഞ്ഞാൽ ജീവിക്കുന്നവരെന്ത് ചെയ്യും? ജീവിക്കുന്നവര് കർത്താവ് വരുമ്പോൾ ജീവിക്കാത്തവര് കർത്താവ് വരുമ്പോൾ എഴുന്നേറ്റാലും പോവില്ല കേട്ടോ. മത്തായി സുവിശേഷം 25-ാം അധ്യായം വായിക്കുമ്പോൾ 10 കന്യകമാർ കാത്തിരുന്നു. 5 പേർ ബുദ്ധിയുള്ളവർ, 5 പേര് ബുദ്ധി ഇല്ലാത്തവർ.
എന്ന് പറഞ്ഞാൽ എന്താണ്? ബുദ്ധി ഇല്ലാത്തവരും ഉള്ളവരെന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ ലോകത്തിൽ ബുദ്ധി കുറഞ്ഞവരൊന്നും കർത്താവിനെ കാലം കേൾക്കാൻ പോകുകയില്ലയോ? അതല്ല. ബുദ്ധിയുള്ളവരെന്ന് പറഞ്ഞാൽ മത്തായി സുവിശേഷം 7:24 ദൈവത്തിന്റെ വചനം കേട്ട് അതുപോലെ ചെയ്യുന്നവരാണ് ബുദ്ധിയുള്ളവർ. ആരെങ്കിലും എടുത്തെങ്കിൽ വായിക്കാം. മലയാളം. എന്റെ ഈ വചനം കേട്ട് ചെയ്യുന്നവരൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യം. ബുദ്ധിയുള്ളവനെന്ന് പറഞ്ഞ വചനം കേട്ട് അതുപോലെ ചെയ്യുന്നവൻ. ഇവിടെ ഈ 10 കന്യകമാർ കാത്തിരുന്നപ്പോൾ വചനം കേട്ട് അതുപോലെ ജീവിച്ചവരും എഴുന്നേറ്റു, ജീവിക്കാത്തവനും ഉണർന്നു. 10 കന്യകമാരും എഴുന്നേറ്റെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അർദ്ധരാത്രിയിൽ ആർപ്പുവിളി കേട്ടു കന്യകമാർ. 6-ാം വാക്യം തോണ 25. ആർപ്പുവിളി കേട്ടു ഉണ്ടായി. എല്ലാരും എഴുന്നേറ്റെന്ന്. ഈ വചനം അനുസരിച്ചവൻ എഴുന്നേറ്റ്, അനുസരിക്കാത്തവൻ എഴുന്നേറ്റെന്ന്. മതി മതി മതി. അപ്പൊ എല്ലാവരും എഴുന്നേറ്റു. പക്ഷെ പോയതാരവിയെ ഈ വചനം അനുസരിച്ച് 5 പേരും തന്നെ പോയി. മറ്റുള്ളവർ എണ്ണ വാങ്ങാൻ പോയി. പിന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവവചനം കേൾക്കുമ്പോൾ അതിനെ അംഗീകരിച്ച് വചനം പോലെ ഒരു ജീവിതം ചെയ്താൽ കാഹളം കേൾക്കുമ്പോൾ പോകും. അല്ലെങ്കിൽ എഴുന്നേറ്റാലും പോകുകയില്ല. ഈ വചനത്തിന്റെ നോക്കുക, നിങ്ങൾ ഇത് ജീവിക്കുന്ന ഒരു ദൈവവൈതൽ എഴുന്നേൽക്കാതിരിക്കാൻ സാധ്യമല്ല. എന്തെന്നറിയാമോ? 1 തെസ്സലോനിക്കർ 5:2 വാക്യമാണ് പൗലോസ് പറയുന്നത്, കള്ളൻ വരുന്ന പോലെ രാത്രിയിൽ വരുമെന്ന്. അതിന്റെ 4:16 വായിച്ചു നോക്കുക. ഇങ്ങനെ വരുമെന്ന് കർത്താവ് താൻ ആരവാരത്തോടും. അപ്പോഴേ ഇവിടെ കള്ളനെ പോലെ വരും, അവിടെ ആരവാരത്തോടും പ്രധാനദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും ഇറങ്ങി വരുമെന്ന്. അപ്പോഴും നോക്കുക, ഈ രണ്ടും ഒരു അധ്യായത്തിൽ 4-5 വാക്യത്തിന്റെ ഇടയിലുള്ളതാണ്. ഒരു ദൈവ പൈതൽ ഉറങ്ങിക്കിടന്നാലേ എഴുക്കും. ഇതൊരു മനുഷ്യന്റെ ഹൃദയ അന്തരംഗത്തിൽ മുഖം കേൾക്കുന്ന കാഹളമാണോ? ചിന്തിക്കേണ്ടിയിരിക്കുന്നു. 25 എല്ലാവരും ഉണർന്നു. പക്ഷെ കർത്താവ് ഇപ്പോൾ പറഞ്ഞെന്തെന്നറിയാമോ? രഹസ്യത്തിൽ വരുമെന്ന്. സമയം എപ്പോഴെന്ന് അറിയുന്നില്ല, അതുകൊണ്ട് ഉണർന്നും പ്രാർത്ഥിച്ചും ഇരിപ്പീനെന്നാണ് യേശു പറഞ്ഞത്. കർത്താവ് വരുന്ന നാളിൽ ഒരു രക്ഷ നമ്മൾ ആരും പ്രതീക്ഷിക്കരുത്, കിട്ടാൻ സാധ്യതയില്ല. എങ്കിൽ ഈ 10 കന്യകമാരിൽ 10 പേർക്ക് ആ രക്ഷ കിട്ടുമായിരുന്നു. പക്ഷെ ഇതാർക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനത്തിന്, ഒരു ന്യൂനപക്ഷത്തിന് കർത്താവിന്റെ വരവ് കഴിഞ്ഞ് അടുത്ത് ന്യൂനപക്ഷം ഒരു ദിവസം കൊണ്ട് ഒരു ജാതി പുറക്കുമോ? യെശയ്യാവിന്റെ പുസ്തകം 66:8 ഒരു വാക്യമുണ്ട്, സ്തോത്രം, ഒരു ദിവസം കൊണ്ട് ഒരു ജാതി പുറക്കുമോ എന്ന്. അത് അവർക്ക് മാത്രം ഒരു ചെറിയ പീരീഡ് കൊടുത്തിട്ടുണ്ട്. ഒരു ജാതി ഒരു ദിവസം ജനിക്കുമോ? മതി. അത് ഇസ്രായേലിന് അങ്ങനെ ഒന്നുണ്ട്. അല്ലാതെ ഒരു മനുഷ്യർക്കും എഴുന്നേറ്റാലും പോകാൻ പറ്റില്ല. പോകണമെങ്കിൽ ഇന്നേ കേൾക്കുന്ന വചനം അനുസരിച്ചു കൊള്ളണം.
നമുക്ക് ദൈവം തരുന്ന ആയുസ് എത്രയായാലും അത് നമ്മുടെ വിശുദ്ധീകരണത്തിന് മാത്രമേ തികയുള്ളൂ. നമ്മെ വിശുദ്ധീകരിക്കാൻ മാത്രമേ തികയുള്ളൂ. ഇതിലേതെങ്കിലും വിട്ടുവീഴ്ച ചെയ്ത് നാം സമയത്തെ കളയുന്നുവെങ്കിൽ അത്രയും ദൈവഭാഗം നിൽക്കുവാനുള്ള പ്രാഗൽഭ്യം ഇല്ലാതെ തന്നെ കർത്താവിന്റെ അടുക്കാൻ പോകേണ്ടി വരും. കർത്താവിനെ അറിയുന്ന ആൾ നാൾ മുതൽ കർത്താവേ എന്റെ ഹൃദയത്തിൽ വരണം, അങ്ങ് തന്നെ എന്റെ കർത്താവ്, അങ്ങ് തന്നെ എന്റെ ദൈവം, അങ്ങ് തന്നെ രക്ഷകൻ എന്ന് പറഞ്ഞ് തങ്ങളെ പരമേൽപ്പിച്ച് ജീവിക്കുന്നവർക്ക് കർത്താവിന്റെ വരവിൽ പ്രത്യാശയോട് നിൽക്കുവാനുള്ള അവസരം ദൈവം ഒരുക്കി കൊടുക്കണം. ഇതാണ് യൂദാ പറയുന്നത്, വീഴാതെ വണ്ണം നിങ്ങൾ നിർത്തുവാൻ, ക്രിസ്തുവിന്റെ മഹിമാ സന്നിധിയിൽ നിർത്തുവാൻ കഴിവുള്ളവൻ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് കള്ളനെ പോലെ വരുമെന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടാനാണ്. ഇനും വെളിപ്പാട് പുസ്തകം 22:11 പറയുന്നുണ്ട്, വിശുദ്ധൻ ഇന്നും തന്നെ വിശുദ്ധീകരിക്കട്ടെ. അപ്പോൾ നമുക്ക് വിശുദ്ധീകരിക്കപ്പെടുവാനുള്ള ഒരു കാലം ഇതാണ്. അന്യായം ചെയ്യുന്നവൻ ഇന്നും അന്യായം ചെയ്യട്ടെ, അശുദ്ധമായിരിക്കുന്നവൻ അശുദ്ധമുള്ളവൻ ഇന്നും അശുദ്ധമായിരിക്കട്ടെ. നമുക്ക് ഇന്നും അവൻ അശുദ്ധമായി പൊക്കോട്ടെ. ദൈവം ഇത് മനുഷ്യന് സ്വാതന്ത്ര്യമായി കൊടുത്തിരിക്കുകയാണ്. നമ്മുടെ നാളുകൾ വിശുദ്ധിക്ക് വേണ്ടി നാം വേർതിരിക്കുമെങ്കിൽ കർത്താവിന്റെ സന്നിധാനത്തിൽ ആനന്ദത്തോട് നിൽക്കുവാൻ കഴിയും. അല്ല ഈ ലോകത്തിലുള്ള ഏതെങ്കിലും ഒന്നിനു വേണ്ടി നാം സമയം പാഴാക്കുമെങ്കിൽ അത്രയും നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിയോട് നിൽക്കാൻ സാധ്യം ഉണ്ടാകുകയില്ല. നീതിയുള്ളവൻ മതി നീതി ചെയ്യട്ടെ, പരിശുദ്ധമുള്ളവൻ അഥവാ കർത്താവിന്റെ വചനം അനുസരിക്കാതെ ദൈവരാജ്യത്തിനുള്ളിൽ പോയാൽ പോലും അവിടെ കിടക്കാൻ പറ്റില്ല. മത്തായി സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം ഒന്ന് വായിക്കുമ്പോഴേ, മത്തായി സുവിശേഷം 22, 10, 11 വായിക്കുമ്പോഴേ ഒരു കല്യാണത്തിന് അന്നിക്ക് ഒരു വീട്ടുടയന്റെ മകൻ പുത്രന്റെ കല്യാണത്തിന് എല്ലാവരെയും വിളിച്ച് സമയമായപ്പോഴും ആളയച്ചു, എല്ലാം ഒരുങ്ങിയിരിക്കുന്ന വരുവിന. അവര് വന്നില്ല. അപ്പോഴ് ആ വീട്ടുടയൻ ചെയ്തു കഴിഞ്ഞാൽ തെരുക്കോണിലും വഴിയിലും വേലിക്കരികിലും എല്ലാം നിന്നരെ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. എല്ലാവരെയും കൊണ്ടുവന്ന് കല്യാണശാല നിറച്ചു. കല്യാണശാല നിറച്ചപ്പോൾ ദാസന്മാർ പറഞ്ഞു, കല്യാണശാല നിറഞ്ഞു. വീട്ടുടയവൻ കല്യാണശാല നോക്കാനകത്ത് വന്നപ്പോൾ ഒരുവൻ കല്യാണ വസ്ത്രമില്ലാതെ നിൽക്കുന്നു. ഇവൻ സ്നേഹിത, നീ എങ്ങനെ ഇവിടെ വന്ന്? അവൻ പലതും ചിലപ്പോൾ പറഞ്ഞാണ്. ഇവനെ കയ്യും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലിടുവീനെന്നാ പറഞ്ഞത്. സ്വന്തം രാജാവ് ഉള്ളേ പ്രവേശിച്ച പോത് കല്യാണ വസ്ത്രം ധരിക്കാതെ ഒരു മനുഷ്യനെ അങ്ങേ കണ്ട്, സ്നേഹിതനെ, നീ കല്യാണ വസ്ത്രം ഇല്ലാதவனாய் இங்கே எப்படி வந்தாய் என்று கேட்டான். அதற்கு அவன் பேசாமல் இருந்தான். அப்பொழுது ராஜா பணிவிடைக்காரரை நோக்கி, இவனை கையும் காலும் கட்டி கொண்டு போய் அழுகையும் பற்கடிப்பும் உண்டாயிருக்கிற புறம்பான ഇരുളിലെ പുറത്തുള്ള ഇരുട്ടിൽ കൊണ്ട് ഇടുവേ. അപ്പോൾ മനസ്സിലാക്കണം, ജീവിതത്തിന്റെ ആയുസ്സിൽ നല്ലൊരു പങ്കം വിശുദ്ധീകരണത്തിന് വേണ്ടി തങ്ങളെ സമർപ്പിച്ച്, യേശുവേ എന്നോട് വരണമേ, എന്നോട് ഇരിക്കണമേ എന്ന് പറഞ്ഞ് കണ്ണുനീരോട് ജീവിക്കുന്ന ദൈവജനം ദൈവരാജ്യത്തിൽ പ്രവേശിക്കുമ്പോൾ അതിനകത്ത് ഏനോ താനോ ഒരുവൻ പോയി കഴിഞ്ഞാലും അവനവിടെ നിൽക്കാൻ കഴിയുകയില്ല. ഇവിടെ വായിച്ച വേദഭാഗത്തിൽ പൗലോസിനെ കുറിച്ച് എന്താണ് പറയുന്നത് നോക്കാമേ. കർത്താവ് കള്ളനെ പോലെ വരും എന്തുകൊണ്ടെന്നുള്ളതാണ്
ഇവിടെ ഞാൻ പറഞ്ഞ ചില കാര്യം, ഈ കാര്യം തന്നെ പൗലോസും പറയുന്നു വായിച്ച വേദഭാഗത്തിൽ. അതിന്റെ 2-3 വാക്യം, 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 2-3 വാക്യം. സമാധാനവും 3 വായിക്കാം. സമാധാനവും സൗഖ്യവും ഉണ്ടെന്ന് അവർ ചൊല്ലുമ്പോൾ നിൽക്കട്ടെ. നമുക്ക് ഇവിടെ പറയുന്നത് ഒരുങ്ങാതെ കള്ളൻ രാത്രിയിൽ വരും പോലെ വരുമെന്ന് പറയുമ്പോൾ ഒരുങ്ങാതെ സമാധാനമായി ഇരിക്കുന്നതിനാൽ കർത്താവ് കള്ളനെ പോലെ വരുമെന്ന് പറഞ്ഞിട്ടും ഒരുങ്ങുന്നില്ല ജനം. അത് പറയുന്നത് സമാധാനമെന്നും നിർഭയമെന്നും പറയുന്നു. സമാധാനമെന്നും സൗഖ്യവും ഉണ്ടെന്ന് അവർ ചൊല്ലുമ്പോൾ ഗർഭവതിയാനവൾക്ക് വേദന വരുന്നത് പോലെ അഴിവ് സടിതിയായി അവരുടെ മേൽ വരും. മതി. അപ്പോൾ നോക്കുക, കർത്താവ് വരും, ഒരുങ്ങിക്കൊള്ളുവിൻ, മാനസാന്തരപ്പെടുവിൻ, സ്നാനപ്പെടുവിൻ, പരിശുദ്ധാത്മാവിനാൽ നിറവിനെന്ന് പ്രസംഗിക്കുമ്പോൾ ഇവർ സമാധാനമായിട്ട് നിർഭയമായിട്ടിരിക്കുന്നു. അത് അങ്ങനെ ഇരിക്കാതിരിക്കാനാണ് പറഞ്ഞത് കള്ളനെ പോലെ വരുമെന്ന്. ഇന്നത്തെ ആരാധനകളെല്ലാം നിങ്ങളൊന്ന് നോക്കണം. പണ്ട് ദൈവദാസന്മാരെ കണ്ണുനീരോട് രാപ്പകൽ ദൈവമേന്ന് കണ്ണുനീരോട് ശുശ്രൂഷ ചെയ്തു പോകുന്നു. ഇന്നത്തെ ശുശ്രൂഷ നോക്കുക, ഒരു ശുശ്രൂഷ 2 മണിക്കൂർ തീരുമെങ്കിൽ 1.5 മണിക്കൂറും പാട്ടും അനുഗ്രഹവും അല്ലേ നടക്കുന്നത്? വെറും പാട്ടിലല്ലേ ചില ദൂതുകൾ ആരാധനകൾ അവസാനിക്കുന്നത്? ശാസന എന്ന് പറയുന്ന ഒന്ന് ഇന്ന് എവിടെയെങ്കിലും ആലയത്തിലുണ്ടോ? വചനമില്ലാതെ എങ്ങനെ ജനം മാനസാന്തരപ്പെടും? മാനസാന്തര വചനം കേൾക്കാതെ ആരെങ്കിലും മാനസാന്തരപ്പെടുമോ? പാവം വിട്ട് ഓടുവിനെന്ന് പറയാതെ ആരെങ്കിലും പാവം വിട്ട് ഓടുമോ? അനുഗ്രഹമല്ലേ ആരാധനയുടെ ആദ്യം മുതൽ അവസാനം വരെയും വാഗ്ദാനം ചെയ്യുന്നത്? ഏത് വേദനയോട് വരുന്നവരെ സമാധാനം നിർഭയം, സമാധാനമായി ദൈവം അനുഗ്രഹിക്കുക. ദൈവ മക്കളല്ലേ നിങ്ങൾ, ദൈവ ദാസന്മാരല്ലേ നിങ്ങൾ. ഈ വാക്കുകൾ ഒരുവനെ മാനസാന്തരത്തിൽ നടത്തുമോ? ഇതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് സമാധാനം നിർഭയം എന്ന് പറഞ്ഞ് എല്ലാവരും മിണ്ടാതിരിക്കുന്നു. യേശുവിന് വേണ്ടി സമർപ്പിക്കുകയോ യേശുവിന്റെ ഹൃദയത്തിൽ വരണമെന്ന് പറയാതെ, അതേ യേശുവിനെ നോക്കാതെ ഒരു ആരാധനയ്ക്ക് വന്ന് ആരാധിക്കുന്നു, യേശുവിനെ ഹൃദയദർശികളും നോക്കാതെ പോകുന്നവർ. യേശുവിനെ ആരാധിക്കുന്നു, ഹൃദയദർശി യേശുവിനെ നോക്കുന്നേ ഇല്ല. അതല്ലേ ഇന്നത്തെ ആരാധന? ദൈവരാജ്യത്തിന് ഒരുക്കുന്ന ഒരു ആരാധനയിൽ മാനസാന്തരമുണ്ട്. ദൈവിക വഴികളെ വ്യക്തമായി തെളിയിച്ചുള്ള ദൂതുണ്ട്. യെരേമ്യ പ്രവചനം 8-ാം അധ്യായം 11-ാം വാക്യം കൂടെ. യെരേമ്യ പ്രവചനം 8:11. സമാധാനമില്ലാതിരിക്കെ സമാധാനം എന്ന് സമാധാനമില്ലാതിരുന്നും സമാധാനം എന്ന് ചൊല്ലി എൻ ജനമാകിയ കുമാരത്തിൻ കായങ്ങളെ മേൽപൂച്ചായി ഗുണമാക്കുകയാர்கள். സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് സമാധാനം ഇല്ല. പ്രസംഗി
പ്രസംഗിക്കുന്നവനും സമാധാനമില്ല, ഇവിടെ ഇരിക്കുന്നവർക്കും സമാധാനമില്ല. അവർ പറഞ്ഞു സമാധാനം, സമാധാനം, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, സമാധാനം, സമാധാനം, നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളില്ലേ. എൻ്റെ കന്യകയുടെ മുറിവിനെ അവർ ചികിത്സിക്കുന്നു. ദൈവജനത്തിന് ദൈവത്തിൽ നിന്നുള്ള സമാധാനം കാണിച്ചു കൊടുക്കാതെ മനുഷ്യൻ വാക്കുകൊണ്ട് സമാധാനപ്പെടുത്തി ആശ്വാസപ്പെടുത്തി വിടുന്ന സൗഖ്യമല്ലേ ഇന്ന് ഭൂരിപക്ഷവും നടക്കുന്നത്. ആമോസ് 8-11 വാക്യം കൂടെ ഈ കൂട്ടത്തിൽ വരും. ആമോസ് 8:11. അന്ത്യകാലത്തിൽ ഇതോ അപ്പത്തിനായുള്ള ദേശത്തിന്മേൽ പഞ്ചത്തെ അനുപ്പും നാட்கள் വരും. ആഹാരക്കുറവിനാൽ ഉണ്ടാകിയ പഞ്ചമല്ല, ആഹാരക്കുറവിനാൽ ഉണ്ടാകുന്ന പഞ്ചമല്ല, ജലക്കുറവിനാൽ വെള്ളം കിട്ടാത്തത് കൊണ്ടുള്ള പഞ്ചക്കുറവല്ല, കർത്തരുടെ വചനം കേട്ട് കിടക്കാതെ ദൈവത്തിന്റെ വചനം കേൾപ്പാൻ കിട്ടാത്ത പഞ്ചത്തെ അനുപ്പവേ പഞ്ചമാണെന്ന് മലയാളത്തിൽ അത് പറയുന്നത് എന്താ പറയാ? അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹമല്ല, യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനുള്ള വിശപ്പ് തന്നെ. ഇതല്ലേ ഇന്ന് സഭകളിൽ നടക്കുന്നത്? ദൈവവചനം കേട്ട് അതിനെ അംഗീകരിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിന് സൗഖ്യം വാങ്ങി പോകുന്ന എത്ര പേരുണ്ട്? ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ ദൈവത്തെ നോക്കാതെ എങ്ങനെ സൗഖ്യം കിട്ടും? ഇന്നും അതിനെക്കുറിച്ച് ഒരു വാക്യം ഇങ്ങനെ പറയുന്നു. 1 കൊരിന്ത്യർ 14-8 കാഹളം തെളിവില്ലാതെ ഊതിയാൽ ആര് പടയ്ക്ക് ഒരുങ്ങും? കാഹളം തെളിവില്ലാതെ ഊതിയാൽ ആര് പടയ്ക്കൊരുങ്ങും? ഈ പറയുന്നത് തെളിവില്ലാതെ ഞാൻ പ്രസംഗിക്കുന്നു, എനിക്ക് അനുഭവമില്ലാതെ ഞാൻ പ്രസംഗിച്ചാൽ കേൾക്കുന്നവർക്ക് എന്ത് മനസ്സിലാവും? സമാധാനമെന്നും നിർഭയമെന്നും എല്ലാ മനുഷ്യരും പറയുന്ന മനുഷ്യൻ നിനക്ക് അതെന്തെന്നറിയാമോ? അറിയില്ലെങ്കിൽ ജനം രക്ഷിക്കപ്പെടുകയില്ല. ജനത്തിന് കേൾക്കാൻ തെളിവില്ലാതെ അവരെങ്ങോട്ട് പോകും? സമാധാനമെന്നും നിർഭയമെന്നും പറയുന്നു. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, സ്തോത്രം, കള്ളൻ രാത്രിയിൽ വരുമ്പോൾ വരും, ഒരുങ്ങിക്കൊള്ളി, എങ്ങനെയെങ്കിലും ഏനോ ദാനോ എന്ന് പറഞ്ഞ് ഇരിക്കരുത്. ആളുകൾ പറയുന്ന വാഗ്ദാന വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കരുത്. ദൈവവചനത്തിൽ എങ്ങനെ ഉണ്ടോ? ദൈവം എന്ന് പറയുന്നുണ്ടോ? വചനം വ്യക്തമായി വായിച്ചു നോക്കിയിട്ട് വേണം മുന്നോട്ട് പോകാൻ. സമാധാനം ഞാൻ പറയുന്നത് കേട്ടോണ്ടൊന്നും പോകരുത്. വചനം പറയണം. വചനം പറഞ്ഞാൽ കർത്താവ് പറയുന്നതാ. ദൈവവചനം നിങ്ങളോട് പറയുന്നെങ്കിൽ അത് സ്വർഗത്തിൽ ദൈവം നിങ്ങളോട് പറയുന്നതാണ്. പക്ഷെ ആ കാലത്തും ഉണ്ടായത് സമാധാനം, നിർഭയം എന്ന് മനുഷ്യൻ പറയും. അത് തന്നെ കേട്ടുകൊണ്ടില്ല പോകും. ഇന്നും 1 പത്രോസ് 4-5 உயிரோடிருக்கிறவர்களுக்கும் மரித்தோர்களுக்கும் நியாயத்தீர்ப்பு கொடுக்க ஆயத்தமாய் இருக்கிறவருக்கு அவர்கள் கணக்கு ஒப்புவிப்பார்கள். കണക്ക് തീർപ്പ് എല്ലാവർക്കും ഉണ്ട് കേട്ടോ. ജനത്തെ സമാധാനം എന്ന് പറഞ്ഞ് ഇരുത്തി അവരെ നരകത്തിലേക്ക് വിടുന്നവർക്കും ന്യായവിധിയുണ്ട്. കേൾക്കുന്നവര് അവർ വഴി അറിഞ്ഞോടാ അതെങ്ങനെ പോകും? തെളിവില്ല പറയുന്നത്. കാഹളം ഊതുന്നത് ശരിയല്ല, അത് മനസ്സിലാവുന്നില്ല. ജനസമൂഹങ്ങളല്ലേ
ഒരു മനുഷ്യ നിമിത്തം പാതാളത്തിലേക്ക് ഒഴുകിപ്പോകുന്നത്? മരിച്ച ഉയിരോടിരിക്കുന്നവർക്കും ജീവികളെയും എന്നാണ് മലയാളത്തിൽ പറഞ്ഞത്. ജീവികളല്ല, തമിഴിലാണ് ഇവിടെ ശരി. ഉയിരോടിരിക്കുന്നവർക്കും മരിച്ചവർക്കും ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. കണക്ക് കൊടുക്കണം. ദൈവത്തെ അറിയുന്ന നാം ദൈവജനം നന്ന സൂക്ഷ്മമായി പരിശോധിച്ച് അത് ശരിയാണെങ്കിൽ വിടരുത്. നാളത്തേക്ക് എന്ന് പറഞ്ഞ് സമയം ഒതുക്കരുത്. യേശുവേ എന്റെ കൂടെ വരണമെന്ന് പറഞ്ഞ് നാം യേശുവിനോടുകൂടെ കടന്നു ചെല്ലേണ്ടവരാണ്. ഈ ലോകമൊന്നും നമുക്ക് ശാശ്വതമല്ല. ആരും ആരെയും രക്ഷിക്കുകയില്ല. എല്ലാ മനുഷ്യരും ശവക്കല്ലറ വരെ വരും. അതിനപ്പുറത്ത് ഒറ്റ മനുഷ്യരും വരില്ല. യേശു കർത്താവോ ഇന്നും എന്നും നാളെയും അനന്യം തന്നെ. ആദിയും അന്തവും തന്നെ. വാക്കുകൾക്ക് മാറ്റമില്ല. യേശുവിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റിയ ഒരു കർത്താവാണ്, ഒരു യജമാനനാണ്, ഒരു രാജാവാണ്. യേശു നമുക്ക് അംഗീകരിക്കാൻ യോഗ്യതയുള്ള ഒരു ദൈവമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വചനം സൂക്ഷ്മ പരിശോധന ചെയ്ത് തള്ളിക്കളയരുത്. ജീവികളെയും മരിച്ചവരെയും ന്യായം വിധിക്കാൻ അവൻ ഒരുങ്ങിയിരിക്കുന്നു. ഇന്നും ആമോസ് 4:12 വാക്യം കൂടെ. இஸ்ரவேலே இந்த பிரகாரமாக உனக்கு செய்வேன். இஸ்ரவேலே நான் இப்படி உனக்கு செய்ய போகிறபடியினால் உன் தேவனை சந்திக்கும்படி ஆயத்தப்படு. ദൈവം ഇസ്രായേൽ ജനത്തെ ചില തെറ്റുകളിൽ അവരെ ശിക്ഷിച്ചു. എങ്കിലും അവരെ തള്ളിക്കളാൻ ദൈവത്തിന് ഇഷ്ടമില്ല. വീണ്ടും അവരോട് വന്ന് പറയുന്നു, ഇസ്രായേലേ, ഞാൻ ഇങ്ങനെ നിന്നോട് ചെയ്യും. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കോ. ഇനി അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്നത് കഷ്ടമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കോ. ഇസ്രായേലിനോട് ദൈവം പറയുന്നത്. യേശു കർത്താവും വരവിനെ കുറിച്ച് പറയുന്നു, നാളും നാഴികയും നിങ്ങൾ അറിയാത്തതിനാൽ സ്വർഗത്തിലെ ദൂതന്മാർ പോലും അറിയുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഉണർന്നും ഒരുങ്ങിയും ഇരിപ്പീനാണ്. യേശുവിന്റെ വരവ് നിശ്ചയമാണ്. കർത്താവ് വരും നിശ്ചയമാണ്. അതിന് ഏതൊരു സംശയവും വേണ്ട. വരവിനായി ഒരുങ്ങിക്കൊള്ളുക എന്ന്. ഒന്ന്, കർത്താവിന്റെ വരവിൽ നാം നശിച്ചു പോകാതിരിക്കാനാണ് ഒരുങ്ങാൻ പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, നാം നശിച്ചു പോകാതിരിക്കാൻ. കള്ളനെ പോലെ കർത്താവ് വരുമെന്ന് പറയാനുള്ള ഒരു കാരണം ഒരുങ്ങിയിരിക്കാൻ. രണ്ടാമത് നശിച്ചു പോകാതിരിക്കാൻ എന്ന വാക്യം 3-ാം വാക്യം തന്നെയാണ്. രണ്ടാം ഭാഗം, അവർക്ക് പെട്ടെന്ന് നാശം വരും. അതുകൊണ്ട് ഗർഭവതിയായവൾക്ക് വേദന വരുന്നത് പോലെ അഴിവ് സടിതിയായി അവരുടെ മേൽ വരും. അവർ തപ്പിപ്പോവതില്ല. സഹോദരരെ, അഴിവ് സടിതിയായി അവർക്ക് വരും. ഒരുങ്ങിയില്ലെങ്കിൽ പെട്ടെന്ന് അഴിവരും. എല്ലാം സന്തോഷമായിരിക്കും. ദൈവമേ ക്ഷമിക്കണമേ എന്ന് പറയുവാനുള്ള സമയം കിട്ടാതെ അതാണ് പെട്ടെന്ന് കഴിവ് വരും. അതുകൊണ്ട് കിട്ടുന്ന സമയം പാഴാക്കാതെ മതി. നാം അറിയുന്ന സമയം, ദൈവത്തിന്റെ രക്ഷയെ കുറിച്ച് നാം അറിയുന്ന സമയം തന്നെ
നാളത്തേക്കെന്ന് പറഞ്ഞ് ആരും സമയം മാറ്റി വയ്ക്കരുത് എന്നിവിടെ തിരുവചനത്തിൽ നമ്മെ ബോധപ്പെടുത്തുകയാണ്. സങ്കീർത്തനം 40 1-2 വാക്യം വായിച്ചു വരുമ്പോഴേ பொறுமையுடன் காத்திருந்தேன். அவர் என்னிடமாய் சாய்ந்து என் கூப்பிடுதலை கேட்டார். பயங்கரமான குழியிலும் உளையான சேற்றிலிருந்து என்னை தூக்கி எடுத்து അപ്പോഴേ നമുക്കൊരു രക്ഷ ദൈവത്തിൽ നിന്ന് വേണമെങ്കിൽ നമ്മൾ ഓടിപ്പോയ ഉടനെ നമുക്ക് കിട്ടണമെന്നില്ല. ചില വിടുതൽ ഉടനെ കിട്ടും. അത് അവരുടെ നിലനിൽപ്പിന് വേണ്ടി ദൈവം ചെയ്യുന്നതാണ്. ചില പാപത്തിലുള്ള വിടുതലെല്ലാം ഉടൻ കിട്ടുകയില്ല. അതിനോട് പോരാടേണ്ടതുണ്ട്. അതിനെ നാം ജയിക്കേണ്ടതുണ്ട്. ദൈവം നമ്മുടെ പക്ഷത്തിൽ വന്നാലും ദൈവം നമ്മുടെ സമീപത്ത് വന്നാലും ഞാനും അതുപോലെ കർത്താവിന്റെ സന്നിധിയിൽ പോകേണ്ട വഴിയുണ്ട്. നിങ്ങൾ എന്റെ അടുക്കൽ വരും, ഞാനും നിങ്ങളുടെ അടുക്കൽ വരാമെന്നാ പറയുന്നത്. അപ്പോൾ ചില പ്രതിസന്ധിയിൽ നമുക്ക് കരകയറണമെങ്കിൽ കർത്താവ് നമ്മുടെ അടുക്കൽ വന്നാലും നാം ക്രമീകരിക്കേണ്ട ഭാഗമുണ്ട്. നാം ചെയ്യാതെ കർത്താവിന് നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. ദാവീദ് വനാന്തരത്തിൽ ദൈവമേ എന്ന് വിളിച്ച് കാത്തിരുന്നു. കാത്തിരുന്നപ്പോഴാണ് പറയുന്നത്, അവൻ എങ്കിലേക്ക് ചാഞ്ഞു, എന്റെ നിലവിളി കേട്ടു, കുഴഞ്ഞ ചേറ്റിൽ നിന്ന് ഭയങ്കര കുഴി, പാതാള കുഴിയിൽ നിന്നും എന്നെ കരയ്ക്ക് കയറ്റി. നിങ്ങൾ നോക്കുക, ഈ ലോകത്ത് ജനിച്ചു വളരുന്ന ഒരു മനുഷ്യൻ തന്നെ ആണ് യാത്രയുടെ മധ്യയിൽ കുഴഞ്ഞ ചേറ്റുകളിൽ അവൻ കടന്നു പോകേണ്ട പാതകളുണ്ട്, നാശകരമായ പാതാള കുഴികളുണ്ട്. ഇവിടെ എല്ലാറ്റിനും കരകയറ്റുവാൻ ദൈവം സർവശക്തനാണ്. നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിന്റെ അടുക്ക പോകണം. കർത്താവേ, എന്നെ ഇതിൽ നിന്ന് കരകയറ്റണമേ, എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കണമേ, എന്നെ ഇതിൽ നിന്ന് ഒരിക്കലും വിടുതൽ തരണമേ, എന്നെ ഒന്ന് സഹായിക്കണമേ എന്ന് നാം കർത്താവിന്റെ അടുക്കൽ പോകേണ്ട പാതയുണ്ട്. അതാണ് ദാവീദ് പറയുന്നത്, ഞാൻ കാത്തിരുന്നു, അവൻ എന്നെ നാശകരമായ കുഴിയിൽ നിന്നും കുഴിഞ്ഞ ചേറ്റിൽ നിന്നും എന്നെ കരയ്ക്ക് കയറ്റി. കരയ്ക്ക് കയറിയ ശേഷം അതിന് വളരെ നാൾ ആശ്വാസത്തിന്റെ കാലമുണ്ടായിരുന്നു. ആരംഭത്തിൽ കർത്താവിന്റെ അടുക്കൽ പോകുവാൻ നമുക്കൊരു പങ്കുണ്ട്. തോന്നിയ ഉടനെ കർത്താവെ രക്ഷിക്കണം, എന്നെ കൂടെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത്, കർത്താവ് എപ്പം വരുമെന്ന് അറിയാത്തതെന്ന് ഒരുങ്ങിയിരിക്കാൻ പറയുന്നത്. അങ്ങനെ പെട്ടെന്ന് ഒരാൾ പോകാൻ സാധ്യതയില്ല. അത് ഇസ്രായേലിൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു ചെറിയ പീരീഡ് അവർക്കുണ്ട്. അല്ലാതെ ആരും അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിരിക്കരുത്. ഈ തിരുവചനം സത്യം എന്ന് പറഞ്ഞ അന്നേരമേ സമാധാനം നിർഭയം പറയരുത്, കർത്താവേ എന്നെ രക്ഷിക്കണമെന്ന് പറയണം. സങ്കീർത്തനം 119 155 ഒന്ന് വായിക്കാം. സങ്കീർത്തനം 119 155. രക്ഷ ദുഷ്ടന്മാരോട് അകന്നിരിക്കുന്നതാണ് പറയുന്നത്. ഈ ലോകത്തിൽ എല്ലാ കൊള്ളരുതായ്മയിലും ജീവിക്കുന്ന ഒരു മനുഷ്യന് രക്ഷ വളരെ അകന്നിരിക്കുന്നു. മതി, വളരെ അകന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? കർത്താവിന്റെ അടുക്കൽ, കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്ന് ഓരോ നാളും ഒരു പോർക്കളത്തിലാണ് ഒരു ദൈവവൈതൻ. പോർക്കളത്തിലാണ്. പൗലോസിന്റെ ലേഖനത്തിൽ നന്നായി പറഞ്ഞിട്ടുണ്ട്, നല്ല പോർ പൊരുതു, ഞാൻ ഓട്ടം തികച്ചു
ഒരു പോർക്കളത്തിലാണ് ദൈവവേദന. ബലാത്കാരികൾ ദൈവരാജ്യം അവകാശമാക്കുന്നു, പിടിച്ചടക്കുന്നു. ദൈവരാജ്യത്തിന് വേണ്ടി ഒരു ഓട്ടം. ദൈവം നമ്മുടെ സമീപത്ത് വന്നാലും നാം ദൈവ സന്നിധാനത്തിൽ പോകുവാൻ, രക്ഷയിൽ നിന്നും അകന്നിരിക്കുന്നവർക്ക് രക്ഷയുടെ അടുത്തു വരാൻ ഒരു പങ്ക് നാം വഹിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ 15:29 യഹോവ ദുഷ്ടന്മാരോട് അകന്നിരിക്കുന്നു. ദൈവമേ എല്ലാവരും വിളിക്കുന്നു. കർത്താവേ എന്ന് ഹൃദയത്തിൽ അംഗീകരിച്ച് ദൈവമേ എന്ന് നിരന്തരം കർത്താവേ സഹായിക്കണം 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 എന്ന് കാത്തിരിക്കാത്ത ദുന്മാർഗ്ഗന് ദൂരമായിരിക്കുന്നു. കർത്താവ് നമ്മുടെ അടുക്കൽ ഒരു നമ്മുടെ അതുപോലെയുള്ളൊരു ഓട്ടക്കളം നമുക്കുണ്ട്. പീരീഡില് നമ്മുടെ ഓട്ട ലൈനില് ഇനും അതിനെക്കുറിച്ച് അറിയാൻ യെശയ്യാവിന്റെ പുസ്തകം 59-ാം അധ്യായം 2-3 വാക്യം വായിക്കണം. അവിടെ നോക്കുക, ദൈവത്തിന്റെ രക്ഷ അകന്നിരിക്കാനുള്ള കാരണം നമ്മുടെ അതിക്രമം, നമ്മുടെ പാപങ്ങൾ നമുക്കും ദൈവത്തിനും ഇടയിൽ മല പോലെ. മലയാളത്തിൽ കുറച്ച് നന്നായിരിക്കും. பாவங்களே அவர் உங்களுக்கு செவியோடாதபடிக்கு அவருடைய முகத்தை உங்களுக்கு மறைக்கிறது. അവിടെ ഒരു മനുഷ്യനെ ദൈവത്തിൽ നിന്നും പിരിക്കുന്നത്, പിരിച്ചു നിർത്തുന്നത് അവന്റെ അതിക്രമമാണ്. മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന അതിക്രമങ്ങൾക്ക് പരിഹാരം ഇവിടെ ഈ ലോകത്തിലിരിക്കുമ്പോൾ വരുത്തിയിട്ട് പോകണം. 59:2 മലയാളത്തിൽ പറയുന്നത്, നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതിക്രമം നമ്മെ പിരിക്കരുത് ദൈവത്തിൽ. അത് നാം വളരെ സൂക്ഷിച്ചു കൊള്ളണം. ഒരു പാപത്തിൽ നിന്നും വിടുതൽ പ്രാപിച്ച ഒരു വ്യക്തി എന്ത് നഷ്ടം വന്നാലും പിന്നെ ആ വശത്തോട്ട് തിരിയില്ല. തിരിയാത്തതെന്ന് കേട്ട് കഴിഞ്ഞാൽ അവിടുന്ന് കരകയറാൻ പെട്ട പാടാതെ ആ കരകയറിയവർക്ക് അറിയാം. നാം ചെയ്ത പാപം, നമ്മുടെ പാപത്തിൽ നിന്ന് കരകയറുവാൻ നാം പെട്ടിട്ടുള്ള പാട് നമുക്കറിയാമെങ്കിൽ രണ്ടാമത് ആ പാപത്തിന് പോവുകയില്ല. അതുകൊണ്ടാണ് പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച ഒരു വ്യക്തി ജീവൻ അർപ്പണം ചെയ്യേണ്ടി വന്നാലും തിരിച്ചു പാപത്തിൽ പോകുന്നത്. പാപം ഒരുവനെ മൂടിയാൽ ഇരുട്ടെത്രയോ ഭയങ്കരമാണ്. അതുകൊണ്ട് അതിൽ നിന്ന് കരകയറുവാൻ പരിശ്രമിക്കുന്നതല്ലാതെ വീണ്ടും വീണ്ടും പാപത്തിലേക്ക് പോകുവാൻ അതെ തയ്യാറാകുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിന് അത് അനുഗ്രഹമായിട്ട് ഇല്ല. ഫറവോന്റെ ജീവിതം മോശെ എന്ന് ഫറവോനോട് പറഞ്ഞു, ഞങ്ങളുടെ ദൈവത്തെ ആരാധിപ്പാൻ പോകണം, വിടണം, ദൈവം ഞങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഫറവോൻ പറഞ്ഞു, എന്താ നിങ്ങളുടെ ദൈവം ആര്? എനിക്ക് അവനെ അറിഞ്ഞൂടാ എന്ന് പറഞ്ഞ് മോശയും അഹരോനെയും സഹായിച്ചയച്ചു. അപ്പോൾ ചില അത്ഭുതങ്ങളെല്ലാം കാണിച്ചു കൊടുക്കാൻ ദൈവം മോശയോട് പറഞ്ഞ് ഒരു വടിയും കൊടുത്ത് വിട്ടു. വടി തറയിലിടുമ്പോൾ അത് പാമ്പാവും. വീണ്ടും അതിനെ അതുപോലെ വടിയാക്കി മാറ്റി. കൈ രക്ഷത്ത് വയ്ക്കുമ്പോൾ അത് കുഷ്ഠരോഗമായി മാറും. വീണ്ടും വെച്ചിട്ടെടുക്കുമ്പോൾ അത് ഇങ്ങനെ 1-2 അത്ഭുതങ്ങൾ ഫറവോന്റെ മുമ്പ് ചെയ്തു. ഈ ദൈവമാണ് ഞങ്ങളെ പറഞ്ഞയച്ചത്. അവനാരെ എനിക്കറിഞ്ഞൂടാ,
അത് ഞാനാകുന്നവൻ തന്നെ. കൂടാതെ പല അത്ഭുതങ്ങൾ ചെയ്തു. ഫറവോൻ മൈൻഡേ ചെയ്തില്ല. അവസാനം എന്ത് നടന്നറിയാമോ? ഫറവോനെയും രഥങ്ങളെയും സൈന്യത്തെയും ചെങ്കടലിൽ മുക്കിയിട്ട് മോശയെയും 6,000-ൽ പരം 6 ലക്ഷത്തിൽ പരം കൂടുതലുള്ള ജനസംഖ്യയെ അക്കരെ കടത്തി രക്ഷിച്ചു. ഈ ദൈവമാണ് നമ്മോട് പറയുന്നത്, ഒരുങ്ങുവിൻ, ഉണരുവിൻ, കള്ളൻ വരുന്ന പോലെ ഞാൻ വരും. ഉണരുവിൻ, ഒരുങ്ങുവിൻ, കള്ളൻ വരുന്ന പോലെ ഞാൻ വരും. ഫറവോനോട് പറഞ്ഞ ആ ദൈവമാണ് നമ്മോട് പറയുന്നത്, ഉണരുവിൻ, പ്രാർത്ഥിപ്പീൻ, ഉണരുവിൻ, കർത്താവേ എന്ന് വിളിപ്പീൻ. ഹൃദയം ദൈവത്തെ നോക്കണം, ഹൃദയം ദൈവമേ കർത്താവേ എന്ന് വിളിക്കണം. ഉണരുവേ എന്ന് പറയുന്നത് സ്തോത്രം. ഒരു നാൾ നമ്മെ താഴ്ത്തി കർത്താവേ ഞാൻ വരുന്നെന്ന് പറഞ്ഞാൽ കർത്താവിന്റെ കരുണ നമ്മെ പിന്തുടരും. നാം അതിന് വഴങ്ങി കൊടുത്തില്ലെങ്കിൽ അയ്യോ ആ കാര്യം ഭയങ്കരമാണ്. ആർക്കും അത് സംഭവിക്കാതിരിക്കട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ചെറിയവരെ, കുഞ്ഞുങ്ങളെ, പൈതങ്ങളെ, യൗവനക്കാരെ, അതെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അതെ ഈ ശബ്ദം ഗണ്യമാക്കാതെ പോവരുത്. രക്ഷയുടെ വചനമാണത്. ഇതിനെ നിങ്ങൾ ഉപേക്ഷിക്കരുത്. യേശുവിനെ കർത്താവ് രക്ഷിതമായി ഹൃദയത്തിൽ അംഗീകരിച്ചു കൊള്ളുവിൻ. എത്ര ദൈവകൽപ്പന അനുസരിക്കാൻ കഴിയുമോ അത്രയും അനുസരിച്ചു കൊള്ളുവേ. ഈ വചനം സത്യമാണ്. ഫറവോനോട് സംസാരിച്ച ആ ശബ്ദമാണ് നമ്മോട് പറയുന്നത്. അതേ വിട്ടുപോരുവേ. അതേ സ്തോത്രം. കർത്താവിതാ വരാൻ പോകുന്നു. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് കള്ളനെ പോലെ വരുന്നു എന്ന് പറയാൻ കാരണം, ഒന്ന് ഒരുങ്ങുവാൻ, രണ്ടാമത് നാം നശിച്ചു പോകാതിരിക്കാൻ, മൂന്നാമത് ഒരു കാര്യം കൂടെ പറഞ്ഞ് എൻ്റെ വാക്ക് അവസാനിപ്പിക്കാം. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 5-ാം വാക്യം. നിങ്ങൾ വെളിച്ചത്തിന്റെ മക്കൾ ആകണം. അതിനു വേണ്ടിയാണ് കള്ളനെ പോലെ വരുന്നത് പറയുന്നത്. നമ്മുടെ എങ്ങനെയെങ്കിലും നമുക്ക് ജീവിക്കാൻ അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. വെളിച്ചത്തിന്റെ മക്കൾ നാം ആകണം. വെളിച്ചത്തിന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലുള്ളതും എന്ന് പറഞ്ഞ ദൈവവും സ്വർഗവും വെളിച്ചത്തിന്റെ ഭാഗത്തുള്ളതാണ്. സാത്താനും ഈ ലോകകാര്യങ്ങളും ഇരുട്ടിൻ്റെതാണ്. ഇതിനെക്കുറിച്ച് ശരിക്കും വ്യാഖ്യാനം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, ദൈവികമായ കാര്യം സ്വർഗീയവും ലോകപരമായുള്ളത് സാത്താന്യവും. ഇങ്ങനെയാണ് പണ്ഡിതന്മാർ എന്നെ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. ഇവിടെ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ വെളിച്ചത്തിന്റെ മക്കളായിരിക്കണം. എങ്കിലേ കർത്താവിന് നമ്മെ കൊണ്ടുപോകാൻ കഴിയുള്ളൂ. മത്തായി സുവിശേഷം 5-ാം അധ്യായം 14-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ ലോകത്തിന് വെളിച്ചമാണ്. അവിടെ നമ്മുടെ ലോകത്തിന് വെളിച്ചമായിരിക്കണം. യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യത്തിൽ യേശു പറയുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചം. അപ്പോൾ ലോകത്തിലേക്കും നമ്മുടെ യേശുവിനെ അനുഗമിക്കുന്നെങ്കിൽ നമ്മുടെ വെളിച്ചമായിരിക്കണം. യേശു ഈ ലോകത്തിന് വെളിച്ചമാണ്. നമ്മുടെ വെളിച്ചമുള്ളവരായിരിക്കണം. നമ്മുടെ ഒരു വെളിച്ചമുള്ളവരായി മാറണമെങ്കിൽ
നമ്മുടെ വിളക്കിൽ എണ്ണ വേണം. വിളക്കിൽ എണ്ണയില്ലെങ്കിൽ വെളിച്ചം വീശാൻ പറ്റില്ല. ഒരു വിളക്ക് ശോഭിക്കണമെങ്കിൽ അതിന് എണ്ണ വേണം. അപ്പോൾ ഈ എണ്ണ എന്ന് പറയുന്നത് നാമും കർത്താവുമായി ഒരുമിച്ചുള്ള ഒരു ജീവിതമാണ് നമ്മൾ വെളിച്ചം പകരുന്നത്. ആ എണ്ണയുടെ അനുഭവം നമുക്ക് ഉണ്ടാകുന്നത് ഇനി പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ കുറിക്കുന്നതാണ്. എണ്ണ പരിശുദ്ധാത്മാവിനെ കർത്താവിനോട് അടുക്കാതെ പരിശുദ്ധാത്മാവ് നമ്മുടെ അടുക്ക ഒഴുകി വരികയില്ല. കർത്താവും നാമും ഒരുമിച്ചുള്ള ഒരു ജീവിതം ഉണ്ടെങ്കിൽ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ആ എണ്ണ നമുക്ക് ജീവിക്കാനുള്ള ശക്തിയാണത്. എണ്ണയില്ലാതെ ഒരു വാഹനവും ഓടുകയില്ല, ഒരു വിളക്കും കത്തുകയില്ല. നാമം ദൈവവുമായുള്ള ഒരു ബന്ധമാണ് അവിടെ സ്ഥാപിതമാക്കേണ്ടത്. ചില വിളക്കുകൾ ഈ അല്പം ഒന്ന് വെള്ളം അതിൽ നനഞ്ഞാൽ മതി, അത് കിടകി ചെയ്യും. ആ കരിന്തിരി പിന്നെ ആ തിരി കത്തുകയില്ല. പിന്നെ വേണമെങ്കിൽ ആ തിരിയെ മുറിച്ചു വിടാം. കരിന്തിരി എണ്ണയില്ലാതെ അണയുന്ന വിളക്കിന് ഈ കരിന്തിരി ഉണ്ടാകും. അപ്പോൾ ഏതൊരു കാരണം കൊണ്ടും ദൈവത്തിൽ നിന്നും ഒരിക്കലും നമ്മെ പിരിക്കരുത്. ഒരു കാരണവും പിരിക്കരുത്. പിരിഞ്ഞാലും കരിന്തിരിയേറും, എന്തെങ്കിലും നനഞ്ഞാലും കരിന്തിരിയേറും. ഒരു ദൈവത്തിന്റെ ജീവിതം പ്രകാശമുള്ളതായിരിക്കണമെങ്കിൽ നല്ലവണ്ണം കർത്താവേ എന്ന് പറഞ്ഞ് ഐക്യമുള്ള ഒരു ജീവിതം എപ്പോഴും കാത്തുകൊള്ളണം. ഏത് സമയവും ദൈവത്തെ വിട്ടുള്ള ഒരു ജീവിതയാത്ര നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. മീക 7-ാം അധ്യായം 9-ാം വാക്യം. മീക നമ്മെ പിരിക്കുന്ന ശക്തികൾ പലതീ ലോകത്തിലുണ്ട്. പലതീ ലോകത്തിലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളുടെ ഭാവി കാര്യങ്ങൾ വിചാരിച്ച് നിരാശിതരാകുന്നവരുണ്ട്. ചില വസ്തു സംബന്ധമായ വിഷയങ്ങളിൽ നിരാശിതരാകുന്നവരുണ്ട്. ഇന്നും ഇങ്ങനെയുള്ള പരിഹരിക്കാൻ കഴിയാത്ത ചില പ്രശ്നങ്ങൾ ഒരു മനുഷ്യനെ പ്രകാശം കെടുത്തിക്കളയുന്ന അനുഭവങ്ങളുണ്ടാവും. ഈ അവസരമെല്ലാം ഒരു ദൈവവേദന എന്ത് ചെയ്യണമെന്ന് അറിയാമോ? സാഹചര്യം നമ്മെ നേരിട്ടാം. ഈ ലോകത്തിലെ സകലത്തെയും മറന്ന് ദൈവസന്നിധാനത്തിൽ കുറച്ച് ഇരിപ്പാനുള്ള, ദൈവമുഖം നോക്കി ഇരിപ്പാനുള്ള സമയം വേർതിരിച്ചു കൊള്ളണം. ഞാനിത് പറഞ്ഞിട്ട് വായിക്കാം. സ്തോത്രം. ഞാൻ ഇവിടെ മാറി വന്ന അവസരം ഒരു മാസം ചില ആഴ്ചകളിലിരുന്ന് എനിക്ക് മനസ്സിലായി ഞാനിവിടെ നിൽക്കുകയില്ല. ഇവിടുത്തെ ശുശ്രൂഷ ചെയ്ത് ഞാൻ നിലനിൽക്കുകയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ചിന്താഭാരങ്ങ് വിട്ടിട്ട് എന്ത് ചെയ്യുന്ന അറിയുമോ? ദൈവമേ എന്നെ ഒന്ന് വിശ്വാസത്തിൽ നിലനിർത്തണമേ എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. നമ്മെ നിരാശപ്പെടുത്തുന്ന ശക്തി ഈ ലോകപരമായി പലതുണ്ടായിരിക്കാം. അതിനെ ദൂരെ കളഞ്ഞിട്ട് ദൈവമേ എന്നെ ഒന്ന് നിലനിർത്തണം, എനിക്ക് നിന്റെ നാട്ടിൽ നിന്റെ രാജ്യത്തിൽ വരണം, എന്നെ ഒന്ന് വിശ്വാസത്തിൽ നിർത്തണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥന മാറ്റി. പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ് തന്നതുകൊണ്ടാണ് കേട്ടോ. പക്ഷേ നിങ്ങൾക്കത് ഇങ്ങനെയുള്ള പ്രശ്നത്തിൽ വലയുന്നുവെങ്കിൽ നിങ്ങൾ ഇന്ന് നിങ്ങളുടെ പ്രാർത്ഥനയെ മാറ്റിക്കൊള്ളണം. കർത്താവേ നിന്റെ രാജ്യത്തിൽ വരുവാൻ
എന്നെയും എൻ്റെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും ഒരുക്കണമേ. സ്വർഗത്തിലെ ദൈവത്തിന് സിംഹാസനത്തിൽ ഇരുന്നാൽ ഇരിക്കാൻ പറ്റുകയില്ല. ഈ പ്രാർത്ഥന എനിക്കത് തരണം, ഇത് തരണം, അത് തരണം എന്ന് പറഞ്ഞാൽ കർത്താവിന് പ്രശ്നമല്ല. പക്ഷേ എനിക്ക് നിന്റെ രാജ്യത്തിൽ വരണം, എനിക്ക് നിലനിൽപ്പാൻ കൃപ തരണം. കർത്താവിന് ആ പ്രാർത്ഥനയിൽ ഇരിപ്പാൻ കഴിയുകയില്ല. നിങ്ങളുടെ വിശ്വാസത്തിന് നിലനിൽപ്പിന് വേണ്ടി കർത്താവ് എന്ത് ചെയ്യണമോ അത് ചെയ്യുവാൻ കർത്താവ് തയ്യാറാകും. ഇത് യഥാർത്ഥ സത്യമായ ഒരു വിഷയമാണ്. ഹല്ലേലൂയ. അതെ, വിടുതൽ എന്ന് പറയുന്നത് ഈ ലോകത്തിൽ ഒന്നിനു വേണ്ടി കർത്താവ് ചലിക്കയില്ല, നിത്യരാജ്യത്തിന് വേണ്ടി ചലിക്കും ദൈവം. ഒരുവന്റെ രക്ഷയ്ക്ക് വേണ്ടി കർത്താവ് എന്തും ചെയ്യും. ഒരു വിഷയമല്ല, ഒരുവനെ നിത്യതയിൽ കൊണ്ടുപോകാൻ അവന് വേണ്ടി കർത്താവ് എന്തും ചെയ്യാൻ തയ്യാറാണ്. പ്രശ്നം ഈ ലോകത്തിൽ പലതുണ്ട്. അതിനെ നോക്കി അന്തിച്ച് നിൽക്കരുത്. എന്നെ കടം തീർന്നാലേ കർത്താവ് എനിക്ക് പറ്റും എന്നല്ല. കർത്താവെ എനിക്ക് എന്നെ നിന്റെ മുമ്പാകെ നിർത്തണം. ഇതാണ് പ്രാർത്ഥന. ചില കടങ്ങളെല്ലാം നമ്മുടെ ബുദ്ധിമോശം കൊണ്ട് നമ്മൾ വീഴുന്നതല്ലേ. ചില കടങ്ങളെല്ലാം നമ്മുടെ വലിച്ചു വെക്കുന്നതല്ലേ. ചില കഷ്ടപ്പാടിലൊക്കെ അകപ്പെടുന്നത് നമ്മുടെ ബുദ്ധിമോശം കൊണ്ടല്ലേ. നാം ബുദ്ധിമോശം കൊണ്ട്, പാപം കൊണ്ട് ചിലത് ചെയ്ത് ഒപ്പിച്ചു വെച്ചിട്ട് ദൈവമേ നീ ഇത് വീട്ടെന്ന് പറഞ്ഞാ ദൈവം വീട്ടാനൊന്നും വരില്ല. പിന്നെ ഒന്ന്, ദൈവമേ എനിക്ക് നിന്റെ രാജ്യത്ത് വരണമെന്ന് പറഞ്ഞാൽ കർത്താവ് വരും. പാപികളെ രക്ഷിപ്പാൻ സ്വർഗത്തിലെ മഹിമ വിട്ടിറങ്ങിയവൻ, തന്നെത്താൻ ക്രൂശിൽ ഏൽപ്പിച്ചവൻ, പാപിക്ക് വേണ്ടി ജീവനെ അർപ്പിച്ചവൻ, നിത്യതയ്ക്ക് വേണ്ടി ഒരു തയ്യാറാകുമെങ്കിൽ അതെ ദൈവം ബാക്കി കാര്യം ദൈവം ചെയ്തു കൊള്ളാം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇത് ഞാൻ അനുഭവത്തോട് പറയുന്നതാണ്. ഹല്ലേലൂയ. നമ്മുടെ ഏകയും ദൈവസന്നിധാനത്തിൽ നിൽക്കണം. ഏക ഉദ്ദേശം ദൈവസന്നിധാനത്തിൽ നിൽക്കണം. അങ്ങനെയെങ്കിൽ ദൈവം ഒരിക്കലും കൈവിടുന്ന ദൈവമല്ല. ഹല്ലേലൂയ. സ്തോത്രം. റോമാലേഖനം 13:12 വാക്യങ്ങള്. പകൽ സമീപമായിട്ട് ആകയാൽ അന്ധകാരത്തിൻ കിരികളെ നാം തള്ളിവിട്ട് രാത്രി കഴിവാറായി ഒളിയിൻ ആയുധങ്ങളെ ധരിച്ചു കൊള്ളപ്പെടവും. രാത്രി കഴിവാറായി, പകലടിച്ചിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞിട്ട് വെളിച്ചത്തിന്റെ ആയുധവർക്കം ധരിച്ചുകൊള്ളി. ഇരുട്ടിൻ്റെതെല്ലാം വിട്ടോളണം. ഈ ലോകത്തിലുള്ളതെല്ലാം ഇരുട്ടിൻ്റെതാ, സാത്താന്റേതാ. എല്ലാം ലോകമെല്ലാം സാത്താന്റെ അധീനതയിൽ കിടക്കുന്നതാ. ഇതിനെല്ലാം വിട്ടിട്ട് ദൈവരാജ്യത്തിന് വേണ്ടിയുള്ളത് അന്വേഷിപ്പിക്കേ. ദൈവമേ എന്നെ അവിടെ നിർത്തണം, നിന്റെ മുമ്പ് എന്നെ നിർത്തണം, എന്നെ ഒന്ന് ഒരുക്കണം, എന്നെ ഒന്ന് താങ്ങണം, എന്നെ സഹായിക്കണം. ദൈവമേ എന്നെ ഒന്ന് കൈവിടല്ലേ എന്ന് പറഞ്ഞ ഇരുട്ടിന്റെ പ്രവൃത്തി വിട്ടുകളവേ, വെളിച്ചത്തിന്റെ പ്രവൃത്തി ചെയ്യേ എന്ന് പറഞ്ഞിട്ട് അടുത്ത് പറയുന്ന എഫേസ്യർക്ക് എഴുതുന്ന 5:10 എല്ലാ സൽഗുണവും നീതിയും സത്യമല്ലോ വെളിച്ചത്തിനുള്ളത്. എഫേസ്യർ 5:10 എല്ലാ സൽഗുണവും, എല്ലാ സൽഗുണവും വെളിച്ചത്തിനുള്ളത്. എന്താണ് ഈ എല്ലാ സൽഗുണവും എന്ന് പറഞ്ഞാൽ? ഒരു ദൈവവേദന ഈ ലോകത്തിൽ ഈ പകയും പിണക്കവും ക്രോധവും എല്ലാം സൽഗുണങ്ങളിലുള്ളതല്ല. അങ്ങനെ ഉള്ള ഒരു മനുഷ്യൻ എഴുന്നേറ്റ് വന്നാലും നാം ആ മനുഷ്യനോട് എങ്ങനെ ഇരിക്കണം? സൽഗുണരായിരിക്കണം. എന്ന് പറഞ്ഞാൽ അവനോട് ശാന്തമായി പിരിഞ്ഞു പോകേണ്ടടുത്ത് ശാന്തമായി പിരിഞ്ഞു പോകണം.
വെളിച്ചത്തിൻ്റെ നല്ല കാര്യങ്ങൾ അംഗീകരിക്കുന്നെങ്കിൽ അതിന് സന്തോഷമായി പോകണം. അതിന് സന്തോഷമായി പോകണം, ഇതിന് സന്തോഷമായി പോകണം. സൽഗുണം, എല്ലാ ഗുണവും എന്ന് പറഞ്ഞാൽ തീയതിനും നല്ല ഗുണം നമ്മൾ കാണിക്കണം, നല്ലതിനും നല്ല ഗുണം കാണിക്കണം. സൽഗുണം. നിങ്ങൾക്ക് എത്ര മനസ്സിലായോ? തമിഴിൽ എന്ത് പറയുന്നത്? சோதனை செய்வீன் അതായിരിക്കും സൽഗുണം. കനിയറ്റ അന്ധകാര ക്രിയകൾക്ക് ഉൾപ്പെടാതെ. കനി ഫലം. ഫലം എന്ന് പറഞ്ഞാൽ എന്താ? ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, സൗമ്യത, ഇന്ദ്രിയം. ഇന്നുണ്ടല്ലോ, 9 ഉണ്ടല്ലോ. അത് അവിടെ തമിഴിൽ ഒരിക്കൽ കൂടെ ഫലത്ത് കനിയറ്റ ഫലം. കനിയറ്റ പ്രവൃത്തി പോകരുത്, കനി ഉള്ള പ്രവൃത്തി ചെയ്യണം. കനിയറ്റ പ്രവൃത്തികളെ കടിന്നുകൊള്ളുകൾ. ഫലമുള്ള ആത്മാവിന്റെ ഫലമുള്ളവരായി പോകണം. കോപിയോടും എൻ്റെ അടുത്ത് പോകാൻ പറ്റില്ല. ഉടക്കാതെ പതുക്കെ മാറി അങ്ങ് പോകണം. അതാണ് സൽഗുണം. എല്ലാ ഗുണവും, തീന്മയോടും നന്മയോടും സൽഗുണം. സൽഗുണരായി നോക്കാം. ബൈബിളുള്ളവർ വായിച്ച് നോക്കിക്കൊള്ളണം. എഫേസ്യർ 5:10. സൽഗുണവും നീതി. നീതി എന്ന് പറഞ്ഞാൽ കർത്താവ് നീതിമാനാണ് കേട്ടോ. തമിഴുകാർക്ക് വായിക്കണം. അതങ്ങ് പോട്ടെ. മതി. ആദ്യം ഇപ്പോഴും ഞാൻ വായിക്കുന്നത്. സ്തോത്രം. സകല സൽഗുണവും നീതിയും. നീതി ഒരു ദൈവവേദന. നീതി വിടരുത്. ദൈവം നീതിമാനാണ്. നീതി അറ്റവന്റെ കൂടെ കർത്താവ് ഒരിക്കലും വരില്ല. അടുത്ത നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. അടുത്ത് ഒരു വാക്യം കൂടെ വായിച്ച് നിർത്താം. 1 തീമോഥെയോസ് 6:16 താൻ മാത്രം അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവന് നമ്മുടെ ദൈവം മനുഷ്യരിൽ ആരും കണ്ടിട്ടില്ലാത്തവൻ, മനുഷ്യന് കാണാൻ പറ്റാത്തവൻ, വെളിച്ചം. നമ്മുടെ സേവിക്കുന്ന ദൈവം ആരെന്നറിയാമോ? നമ്മുടെ സേവിക്കുന്ന ദൈവം ആർക്കും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ. മോശയ്ക്ക് ഒരു നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, എങ്ങനെയും ദൈവത്തെ ഒന്ന് കാണണം. മോശ ഒരു പാറയുടെ വിള്ളലിൽ മറച്ച് കൈകൊണ്ട് തേജസ് അടിക്കാതെ വേണം കൈകൊണ്ട് മറച്ച് അല്പം ഒന്നേ മോശ കണ്ടേ ഉള്ളൂ. ആർക്കും അടുത്തുകൂടാത്ത പ്രകാശമുള്ളവൻ എന്ന് പറഞ്ഞിട്ട് കൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും കാണാൻ കഴിയാത്തവനും അടുത്ത് പറഞ്ഞ് തക്ക സമയത്ത് അപ്രത്യക്ഷത വരുത്തുന്നവൻ. അതിനോട് സമയം ദൈവം കുറിച്ചിട്ടുണ്ട്. അന്ന് മുഖാമുഖമായി കാണും. നാം സേവിക്കുന്ന ദൈവം വെളിച്ചത്തിന്റെ, അതുകൊണ്ട് നാമും വെളിച്ചത്തിന്റെ മക്കളായി മാറണം. കർത്താവ് സമയം പറയാത്തത് നമ്മൾ ഒരുങ്ങാൻ, നശിച്ചു പോകാതിരിക്കാൻ നമ്മുടെ വെളിച്ചമുള്ളവരെ മാറണം. ഈ വെളിച്ചത്തിന് വേണ്ടിയുള്ള ഓട്ടം നമ്മുടെ ജീവകാലം മൊത്തം ഓടേണ്ട ഓട്ടമാണ് വെളിച്ചം. നമുക്ക് ദൈവം തരുന്ന നാളുകൾ പാഴാക്കാതെ ഒരു ദൈവവേദാലേ കർത്താവേ എന്നോട് കൂടെ വരണമേ, എന്നെ സഹായിക്കണമേ എന്ന് നമ്മ ദൈവകരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് രാത്രിയിൽ കള്ളൻ വരുന്നത് പോലെ വരുന്ന കർത്താവിനെ എതിരേൽക്കാൻ
നാം ഒരുങ്ങുമെങ്കിൽ, നാം ഒരുക്കമുള്ളവരായാൽ കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ അതേ കടന്നു വന്ന് അതേ നമ്മെ സ്വീകരിച്ചു കൊണ്ടുപോകുവാൻ അതേ ദൈവത്തിന് മനസ്സുണ്ട്. അതുകൊണ്ട് സമയം അതേ മാറ്റിവെക്കാതെ ഒരുങ്ങുവാൻ ദൈവം അതേ മാനവജാതിയോട് പറയുകയാണ്. എല്ലാവരും കണ്ണുകളെ അടയ്ക്കുക. ഹല്ലേലൂയ. എല്ലാവരും സന്നിധാനത്തിൽ രാത്രിയിൽ കള്ളൻ വരുന്ന പോലെ കർത്താവ് വരും. ഹല്ലേലൂയ. അതേ ദൈവമേ, എന്നെ ഒരുക്കണമേ, എന്നെ സഹായിക്കണമേ. എനിക്ക് തന്നിട്ടുള്ള നാളുകൾ ഹല്ലേലൂയ അങ്ങേ ആരാധിപ്പാനുള്ളതാണ്. എന്റെ വിശുദ്ധിക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കേണ്ട കാലമാണ്. എനിക്ക് നിത്യതയ്ക്ക് വേണ്ടി ഞാൻ ഹല്ലേലൂയ ഒരുക്കേണ്ട കാലമാണ്. ദൈവമേ, എന്നെ സഹായിക്കണമേ എന്ന് ഹല്ലേലൂയ നമ്മുടെ ദൈവസന്നിധാനത്തിൽ സമർപ്പിക്കാം. ദൈവമേ, എന്നെ സഹായിക്കണമേ എന്ന് പറയാം. ഹല്ലേലൂയ. കർത്താവ് വരും. ഹല്ലേലൂയ. അതേ ദൈവം പറയുന്നു, അതേ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. യേശു പറയുന്നു, ഹല്ലേലൂയ, ഞാൻ വേഗം വരും.